ഹു ഫീസ് ദി ഡോൺ ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ജീവിതത്തിൽ നന്നാവണം എന്ന് ആഗ്രഹമില്ലാത്ത ഒരാളും ഉണ്ടാവില്ല. ഏതൊരാളുടെയും ഉള്ളിലുള്ള ആഗ്രഹമാണ് നന്നാവുക, നല്ല സ്വഭാവത്തോടുകൂടി ശിഷ്ടകാലം ജീവിക്കുക എന്നത്. ബട്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരു ധാരണയുണ്ട്, ഇത്ര കാലം മോശമായി ജീവിച്ചിട്ട് മറ്റുള്ളവരുടെ ഉള്ളിൽ നെഗറ്റീവായി എന്നുള്ള ഒരു ധാരണ. പ്രസിദ്ധമായൊരു ഗ്രന്ഥമുണ്ട്, റിസാലത്തുൽ ഖുശൈരിയ്യ എന്ന മഹാന്മാരെക്കുറിച്ചും സൂഫിയാക്കളെക്കുറിച്ചും പ്രതിപാദിക്കുന്നൊരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നത് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളെക്കുറിച്ചും ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെക്കുറിച്ചുമാണ്. എന്തുകൊണ്ടാണ് ജീലാനി തങ്ങളെക്കുറിച്ചും ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ പോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച് പറയാതെ ഇവരെക്കുറിച്ച് പറഞ്ഞത്? കാരണം ജീലാനി തങ്ങൾ അതുപോലെ ജുനൈദുൽ ബഗ്ദാദി തങ്ങളൊക്കെ വളർന്നത് ചെറുപ്പം മുതലേ നന്നായി നല്ല സ്വഭാവത്തോടു കൂടി ജീവിച്ചവരാണ്. അത് വായിക്കുമ്പോൾ, ആ ചരിത്രം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ധാരണയാണ് നമുക്കിനി നന്നാവാൻ പറ്റൂല എന്നത്. എന്തെന്നാൽ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളും ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ നന്നായവരാണ്. അത് വായിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലൊരു പ്രതീക്ഷ ഉണ്ടാവുക, നമുക്കും നന്നാവുമല്ലോ. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നാം ഒരാളെയും വില കുറച്ച് കാണരുത്, പുച്ഛിക്കരുത്. കാരണം നാം മോശമായി കാണുന്ന ആരാവണം നന്നാവുക എന്ന് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഇത് നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. കാലത്തിന് ഒരു കല്ലിനെ വജ്രമാക്കാനുള്ള കഴിവുണ്ട്. സോ നാം നന്നാവാൻ ശ്രമിക്കുക, മറ്റുള്ളവരെ പുച്ഛിക്കാതിരിക്കുക.